നമ്മളൊരു സൂപ്പർപൊസിഷൻ തിയറത്തിൽ ഒരു പ്രോബ്ലം ചെയ്യാണ്. ബൈ യൂസിങ് സൂപ്പർപൊസിഷൻ തിയറം ഫൈൻഡ് കറണ്ട് ത്രൂ ആർ. ആണ് ചെയ്യാനുള്ളത്. ഫൈൻഡ് കറണ്ട് ത്രൂ ആർ എന്ന് പറയുമ്പോൾ ഇതാണ് സർക്യൂട്ട്. അതിൽ ആർ എന്ന് പറഞ്ഞാൽ 1 ഓം, പിന്നെ ഉള്ളത് R2 ഉണ്ട്, 0.05 ഉണ്ട്, E1 ഉണ്ട്, E2 ഉണ്ട്. അതിലാദ്യം നമ്മൾ E2 2.1 വോൾട്ടിനെ റിമൂവ് ചെയ്താൽ മാത്രം വരെ സർക്യൂട്ട് വരയ്ക്കണം. ഇതാണ് സർക്യൂട്ട്. വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ആ സമയത്ത് സി മുതൽ എ വരെ, അല്ലെങ്കിൽ നമ്മളെ ടാർജറ്റായ 1 ഓമിലൂടെ പോകുന്ന കറണ്ടാണ് I1. അടുത്തത് അതിന് വേണ്ടിയിട്ട് ഈ 1 ഓം പാരലൽ ടു 0.04 ആണ് വോൾട്ടേജിന് എതിർവശത്തിൽ. 1 ഓം പാരലൽ ടു 0.04 ആണ്. അപ്പോൾ 1 ഗുണം 0.04 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 0.04 ഡിവൈഡ് ബൈ 1 പ്ലസ് 0.04. 0.04 ഡിവൈഡ് ബൈ 1.04. ആ സമയത്തുള്ള കറണ്ട് അല്ല റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.028 ഓം ആണ്. 0.28 ഓം ആണ്. അപ്പോൾ 0.038 ഓം ആണ്. 0.04 ഡിവൈഡ് ബൈ 1.04 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അപ്പോൾ 4ഉം പോയി, ആരും പോയി, ഈ 0.04ഉം പോയി. പോയാൽ ബാക്കി വരുന്നത് 0.38 ആണ്. ഈ 0.38 ഈ സർക്യൂട്ട് ഇങ്ങനെ റെഡ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അവശേഷിക്കുന്നത് 0.38 പ്ലസ് 0.05 0.088 ഓം ആണ്. അതായത് 2.05 ഡിവൈഡഡ് ബൈ 0.088 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓംസ് ലോ പ്രകാരമുള്ള കറണ്ട് കിട്ടും. ദാറ്റ് ഈസ് 23.3 ആംപിയർ ആണ് കറണ്ട് കിട്ടുക. ഐ എന്നാണ് നമ്മളിപ്പോൾ അതിന് തൽക്കാലം മാർക്ക് ചെയ്തിരിക്കുന്നത് ആ സർക്യൂട്ടിലുള്ള. ഇതേമാതിരി 3 ചിത്രം വരച്ച് ഐ കണ്ടുപിടിക്കുക. നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ 1 ഓമിലൂടെയുള്ള റെസിസ്റ്റൻസ് ആണ്. അങ്ങനെ 1 ഓമിലൂടെ റെസിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കാം. കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുമ്പോൾ 1 ഓമിലൂടെ പോകുന്ന കറണ്ടാണ്. അപ്പം മുകളിൽ അതായത് 23.3 ആംപിയർ ആണല്ലോ ഐ എന്ന് പറയുന്നത്, ആ ജംഗ്ഷൻ വരെ വരുന്നത്, സി വരെ വരുന്നത്. അപ്പോൾ 23.3 ഇൻറ്റു 0.04 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.04. 0.5ലൂടെ ഏത് കറണ്ട് പോകുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്? 23.3 ആംപിയർ പോകുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗം മാത്രം എടുത്താൽ മതി. അപ്പോൾ I1 അതായത് ഈ E1 മാത്രം നിലനിൽക്കുമ്പോൾ 2.05 വോൾട്ട് നിലനിൽക്കുമ്പോൾ I1ലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 0.896 ആണ്. 896 ആംപിയർ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എന്ത് ചെയ്യും? അടുത്ത വോൾട്ടേജ് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 അല്ല, സ്റ്റെപ്പ് 2 ആണല്ലേ. ഒന്നാമത്തെ വോൾട്ടേജ് എടുത്ത് കളയണ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു, രണ്ടാമത്തേതിന് സ്റ്റെപ്പ് 3 എന്നാണ് പറഞ്ഞത്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഏത് വോൾട്ടേജ് സോഴ്സ് എടുത്ത് കളയുക? E1 എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സിനെ എടുത്ത് കളയും, E2നെ അവിടെ നിലനിർത്തുകയും ചെയ്യാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും, ആ വോൾട്ടേജ് സോഴ്സിന് എതിർവശത്തുള്ള രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ 1 ഓമും 0.05 ഓമുമാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെയും ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി സോഴ്സിലല്ലാതെ കിടക്കുന്നത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 പാരലൽ ടു 0.05 ആണ്. നേരത്തെ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു എ ടു സിയിൽ വോൾട്ടേജ് സോഴ്സ് ആയിരുന്ന സമയത്ത് എ ടു സിയിൽ വോൾട്ടേജ് സോഴ്സ് ആയിരുന്ന സമയത്ത് എന്തായിരുന്നു സിറ്റുവേഷൻ? എ ടു സിയിൽ വോൾട്ടേജ് സോഴ്സ് ആയിരുന്ന സമയത്ത് 1ഉം 0.4ഉം ആണ് പാരലൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ 1ഉം 0.5ഉം ആണ്. അപ്പോൾ 1 ഗുണം 0.5 ഡിവൈഡ് ബൈ 1 പ്ലസ് 0.05 ആണ്.
അപ്പോൾ ആ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.048 ഓമാണ് വരിക. ദെൻ ഈ സർക്യൂട്ട് റെഡ്യൂസ് ആയി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന വാല്യൂ ആണ് എന്തെന്നായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABC എന്ന് പറയുന്ന ആ ക്ലോസ്ഡ് പാത്തിലാണ് 0.048 വരുന്നത്. അതിനോട് 4 കൂട്ടിയാൽ 0.88 കിട്ടും. 2.15 ഡിവൈഡഡ് ബൈ 0.088 ഡിവൈഡ് ചെയ്താൽ 0.88 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 0.88 ഡിവൈഡ് ചെയ്താൽ 24.4 ആംപിയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കറണ്ട് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? വീണ്ടും കറണ്ട് ഡിവിഷൻ റൂൾ കണ്ടുപിടിച്ചിട്ട് I2ലേക്ക് പോകണം. അപ്പോൾ I2 എന്ന് പറഞ്ഞാൽ 24.4 ഇൻറ്റു ഒന്ന് എഴുതാൻ പറ്റില്ല, കാരണം 0.05, കാരണം ഒന്നിലൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം മുകളിൽ ഉണ്ടാവുന്ന ഗുണിക്കുന്നത് 0.05 ആണ്. അപ്പോൾ 0.05 ആയതുകൊണ്ട് ഒരു 24.4 ഇൻറ്റു 0.05 ഡിവൈഡ് ബൈ 1.05 എന്ന് പറഞ്ഞാൽ 1.16 ആംപിയർ ആവും I2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ I2 പ്ലസ് I1 ചെയ്താൽ മതിയല്ലോ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ. അപ്പം 3 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ 3 കറണ്ട് ഡയറക്ഷനും, അതായത് R കൂടി ഒഴുകുന്ന, R എന്ന് പറഞ്ഞാൽ 1 ഓമിലൂടെ ഒഴുകുന്ന എല്ലാ കറണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ I1 പ്ലസ് I2 0.86 പ്ലസ് 1.16 ആംപിയർ എന്ന് പറയുമ്പോൾ കറണ്ട് ത്രൂ 1 ഓം റെസിസ്റ്റൻസ് വെൻ ബോത്ത് ബാറ്ററീസ് ആർ പ്രസൻറ്റ് 0.896 പ്ലസ് 1.16 ആംപിയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.056 ആംപിയർ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.